ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. രാവിലത്തെ ചായക്കടി ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയ്ക്ക് ഫസ്റ്റ് ചട്നി ഉണ്ടാക്കി വെക്കാണ്. ദോശയ്ക്ക് ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചായക്ക് കടി ഉണ്ടാക്കുന്നതിന് ചോറ് വെക്കാൻ അരി വെള്ളത്തിലിട്ട് കഴുകിയാണ്ട് കുതിർക്കാൻ വെക്കും കേട്ടോ. 3 പ്രാവശ്യം കഴുകിയാണ്ട് വെള്ളം ഒഴിച്ച് വെക്കും. നല്ല വേവില്ല അരി ആയതുകൊണ്ട് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. മസാല ദോശ മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. വല്യുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ടാണ്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ ക്ലീനാക്കി എടുത്ത് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. പുഴുങ്ങിയെടുത്ത കിഴങ്ങ് ഗ്ലാസ്സൊക്കെ നല്ല വെച്ചുകൊണ്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ചട്ടി എടുക്കുമ്പോൾ കടുക് പൊട്ടിക്കുക, ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക, പിന്നെ നല്ല ജീരകം, കറിവേപ്പില ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി 2 അല്ലി ചെറിയൊരു പീസ് അതൊന്ന് ചതച്ചെടുത്ത് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിട്ട് കിഴങ്ങും മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീട്ടിലൊക്കെ മുറ്റത്തുണ്ടാണ് ആ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കും. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് റെഡിയാക്കി നല്ല ടേസ്റ്റാണ് കേട്ടത്. പിന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുക. ഒക്കെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്ത് മാറ്റുന്നത് ചൂടോടെ കഴിക്കാണ്ട് രസം. ചുട്ട് വെച്ച് കണ്ടിങ്ങനെ ഇതിനൊന്നൊക്കെ ടേസ്റ്റില്ല. ആവശ്യത്തിന് മാത്രം ചുട്ടെടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മളെ പറമ്പിൽ മുണ്ട കയ്പ്പങ്ങാന്നൊക്കെ പറയാം, കയ്പ്പങ്ങ ഉണ്ടായത് പറിച്ചെടുക്കാൻ പോയതാണിട്ടത്. ഇതൊക്കെ ആദ്യമൊക്കെ എല്ലാ പറമ്പിലൂടെയാണ്. ഇപ്പോൾ അധികമൊന്നും ഇവിടെ കാണലൊന്നുമില്ല. നല്ല ഔഷധ ഗുണമൊക്കെ പറയണേക്കാലോ. അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ കിട്ടി, കുറേ ഒരു ഉപ്പേരിക്ക് എന്ന് പറയാൻ മാത്രമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് കുറച്ച് പയറുണ്ടായിരുന്നു, അതിൻ്റെ കൂടെയാണ്ടത് വെച്ചത്, ഉപ്പേരി വെച്ചത്. ഒറ്റക്ക് വെക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് പയറും കയ്പ്പങ്ങയും ഒരുമിച്ചിട്ട് വെച്ചൊക്കെയാണ്.
പയറും കൈപ്പങ്ങയൊക്കെ ഒരുമിച്ചിട്ട് വെച്ച് മീനൊക്കെ ക്ലീൻ ആക്കിയെടുത്ത് കായൊന്ന് പുരട്ടിയൊക്കെ കേട്ടോ. അതൊക്കെ പൊരിച്ചിന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അത് ചോറ് വെച്ച് വിട്ടണമൊന്നുമില്ല. വൈകുന്നേരത്തിന് ഉമ്മമാരെ വീട്ടിൽ നിന്ന് കുറച്ച് അവർ കൃഷി ചെയ്ത ചക്കരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് കാണാൻ ചെറുതാണെങ്കിൽ കഴിക്കാൻ നല്ല രസമുണ്ടായി. നല്ല പൊടിയുള്ള സൈസ് ചക്കരക്കിഴങ്ങായിരുന്നു ഇട്ടത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.